ദ ജേർണലിസ്റ്റിലേക്ക് കഴിഞ്ഞ 1.5 മാസക്കാലത്തോളമായി യുദ്ധം എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ട്രംപിന് എന്താണ് യഥാർത്ഥ യുദ്ധമെന്നും എന്താണ് യഥാർത്ഥ യുദ്ധ സാഹചര്യമെന്നും അത് എങ്ങനെയായിരിക്കുമെന്നും ഒക്കെ അനുഭവിക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഒടുവിൽ ഇറാൻ. ഗത്യന്തരമില്ലാതെ കടലിൽ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ കപ്പലുകൾക്ക് ഒരു നേരം പോക്കായിക്കൊള്ളട്ടെ എന്ന് വെച്ചുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ അവരുടെ പടക്കപ്പലുകളും വിന്യസിച്ചിരിക്കുകയാണ്. പടക്കപ്പലുകളെന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കപ്പൽ, അല്ലാതെ അമേരിക്കയുടെ പടക്കപ്പൽ പോലെ 330 മീറ്റർ നീളവും ഏതാണ്ട് 1,00,000 കിലോയോളം ഭാരവും 100ഓളം വിമാനങ്ങൾ വഹിക്കാനുള്ള ശേഷിയും ഒരു അമേരിക്കൻ നഗരത്തിൻ്റെ അത്രയുമുള്ള വീതിയും വലുപ്പവുമൊന്നും ഇറാൻ്റെ പടക്കപ്പലുകൾക്കില്ല. പക്ഷേ ഇത്രയും ഭീമാകാരനായ കപ്പലിനെ മുക്കാനുള്ള ശേഷി ഇറാൻ്റെ പടക്കപ്പലിനുണ്ട്. ആ പടക്കപ്പലുകളാണ് ഇറാൻ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിന്യസിച്ചിരിക്കുന്നത്, ഹോർമുസ് കടലിടുക്കിൽ വിന്യസിച്ചിരിക്കുന്നത്. അവർ അമേരിക്കയുടെ പടക്കപ്പലുമായി ഇപ്പോൾ നേർക്കുനേർ നിൽക്കുകയാണ്. അതായത് അമേരിക്കൻ പടക്കപ്പലുകൾ ഒന്ന് ഭസ്മമാക്കണം, ഒരു ആക്രമണം നടത്തണമെന്ന് വിചാരിച്ചാൽ അത് നടത്താനുള്ള സർവ്വസന്നാഹങ്ങളും ഇറാൻ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ആ പടക്കപ്പലിൻ്റെ പേര് ഷഹീദ് ബഗേരി എന്നാണ്. അതായത് ആ കപ്പൽ ഒരു വിമാനവാഹിനി കപ്പലെന്നോ ഡ്രോൺ വാഹിനി കപ്പലെന്നോ മിസൈൽ വാഹിനി കപ്പലെന്നോ ഒക്കെ അതിനെ വിശേഷിപ്പിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, അമേരിക്കയുടെ അത്രയും വലുപ്പവും സന്നാഹവും ഒന്നുമില്ല, പക്ഷേ കുഞ്ഞൻ കപ്പലാണ്. പക്ഷെ അതുപയോഗിച്ച് ഏതറ്റം വരെയും എന്ത് വലിയ ആക്രമണങ്ങൾ നടത്താൻ കഴിയും. കാരണം ഈ ഇറാൻ്റെ ആയുധങ്ങൾ അത്രയധികം സവിശേഷമായിട്ടുള്ളതാണ്. ഹോർമുസ് കടലിടുക്കിൻ്റെ ഭാഗങ്ങളിലോ ഒമാൻ തീരങ്ങളിലോ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മേഖലകളിലോ ഒക്കെ അതിവേഗത്തിൽ പാഞ്ഞെടുത്ത് എത്ര ചെറിയ വഴിയിലൂടെയും അതിവേഗത്തിൽ മുന്നോട്ട് പോയി അമേരിക്കൻ കപ്പലുകളെ തകർത്ത് കളയാനുള്ള സകല ശേഷിയും ഈ കപ്പലുകൾക്കുണ്ട്. ഈ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രത്യക്ഷപ്പെട്ടതോടെ അമേരിക്കയുടെ ഒരാളില്ലാ വിമാനം ഇതിന് സമീപത്തു കൂടി വന്ന് പറന്ന് തിരിച്ചുപോയി എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ പടക്കപ്പൽ എങ്ങനെയുള്ളതാണ്, ഇറാൻ എന്തിനാണ് അവിടെ കൊണ്ടുവന്നിട്ടത്, അതിൽ ആയുധങ്ങൾ എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അമേരിക്ക പൊടുന്നനെ അവരുടെ ഒരു ആളില്ലാ യുദ്ധവിമാനം അതുവഴി വായിച്ചു അത്രേ. അതായത് ട്രംപിന് നല്ലപോലെ കൊണ്ടിട്ടുണ്ട്, ട്രംപ് നല്ലപോലെ വിറച്ചിട്ടുണ്ട് എന്ന് സാരം. ഇത്രയും കാലം യുദ്ധം എന്ന് പറഞ്ഞ് ഇറാനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ട്രംപ് ഒരിക്കലും വിചാരിച്ച് കാണില്ല ഇറാൻ ശരിക്കുള്ള യുദ്ധം എന്താണെന്ന് കാണിക്കാൻ അതേപോലെ നേരെ എതിർവശത്ത് വന്ന് നിൽക്കുമെന്ന്. ഈ കപ്പൽ വിന്യസിച്ചതിന് പിന്നാലെ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ചൈനയും റഷ്യയുമായി ചേർന്നുകൊണ്ടുള്ളൊരു സംയുക്ത സൈനിക അഭ്യാസം ഹോർമുസ് കടലിടുക്ക് മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്ക് ഭാഗം വരെയുള്ള മേഖലകളിൽ ഒമാൻ തീരത്തോട് ചേർന്നിട്ടുള്ള കടൽ മേഖലകളിലൊക്കെ ഇവർ നടത്തിയിട്ടുണ്ട്, ഇറാൻ നടത്തിയിട്ടുണ്ട്. സംയുക്ത കര നാവിക വ്യോമ അഭ്യാസങ്ങൾ ഇവർ നടത്തുന്നു. അത് തുടരുകയും ചെയ്യുമെന്ന് പറയുന്നത്, എത്ര നാളത്തേക്കെന്ന് പറഞ്ഞിട്ടില്ല, അനിശ്ചിതമായി അത് തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ നീക്കമുണ്ടായാൽ തിരിച്ചടിക്കുന്നത് വരെ ഈ സൈന്യം മുഴുവൻ, ഈ സന്നാഹങ്ങൾ മുഴുവൻ അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഇറാൻ്റെ ഈ കപ്പലുകൾ, പടക്കപ്പലുകൾ പല ഭാഗത്തായി പ്രത്യക്ഷപ്പെട്ടു എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ മറ്റൊരു നിർണായകമായ നീക്കമുണ്ടായി. ഇത്രയും നാൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ പൊടുന്നനെ സഞ്ചാരം നിർത്തി, തെക്കുവടക്കോട്ടം നിർത്തിയിട്ട് അവിടെ നങ്കൂരമിട്ടു. ഇപ്പം എങ്ങോട്ടും പോകുന്നില്ല. കാരണം ഇതുപോലെ പണ്ട് 1987 അമേരിക്കയുടെ USS കാരൻ എന്ന് പറയുന്നൊരു കപ്പൽ ഇതുപോലൊരു ടീമുമായിട്ട് ഏറ്റുമുട്ടാൻ പോയിട്ട് അവർ കുറച്ച് മിസൈൽ അയച്ചപ്പോൾ പൊട്ടിത്തകർന്ന് കടലിനടിയിൽ പോയിട്ടുണ്ട്. 2000 USS ടാഗ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഇതുപോലുള്ള ഒരു യുദ്ധക്കപ്പൽ എതിരാളികളുടെ മിസൈൽ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് പൊട്ടിത്തകർന്ന് കടലിനടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഒന്ന് മനസ്സ് വെച്ചാൽ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന 37 വർഷം പഴക്കമുള്ള അവരുടെ 87 മോഡൽ കപ്പൽ ചിന്ന ഭിന്നമായി കടലിനടിയിലേക്ക് പോകാൻ വലിയ താമസമൊന്നുമില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് വലിയ കളിക്ക് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ കിടന്നോളാൻ, പമ്മി ഇരുന്നോളാൻ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് USS എബ്രഹാം ലിങ്കൺ നിർദ്ദേശം കൊടുത്തതനുസരിച്ച് അവരവരുടെ മൂവ്മെൻറ്റ് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പടക്കപ്പലുകൾ വിന്യസിച്ച് ഇറാൻ ഏറ്റുമുട്ടാൻ തയ്യാറായതോടെ, അല്ലെങ്കിൽ അത്തരം കൂടുതൽ സൂചനകൾ, എങ്ങനെയാണോ ഇറാനെ അമേരിക്ക ഭയപ്പെടുത്താൻ ശ്രമിച്ചത് അതേപോലെ ഇറാൻ തിരിച്ചടിക്കുകയാണ്. ഇതിലൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇറാൻ അമേരിക്കയുടെ നീക്കങ്ങളൊന്നും കണ്ട് ഭയന്നില്ല,
തിരിച്ചടിക്കാനുള്ള സന്നാഹങ്ങൾ ശക്തമാക്കുകയാണ് ചെയ്തത്. പക്ഷേ അമേരിക്ക ഇറാൻ്റെ ഈ നീക്കങ്ങൾ കണ്ട് ഭയക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ കപ്പലുകൾ ഇറാനും ഇറക്കാൻ തുടങ്ങിയപ്പോൾ, ഡ്രോണുകൾ USS എബ്രഹാം ലിങ്കനെ നിരീക്ഷിക്കാൻ വേണ്ടി വിന്യസിച്ചപ്പോൾ, ചുറ്റിനും മിസൈലുകൾ സജ്ജമാക്കിക്കൊണ്ട് വിന്യസിച്ചുകൊണ്ട് ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക ചെയ്തത് ബാക്കപ്പിന് വേണ്ടി കൂടുതൽ കപ്പലുകൾ അയക്കുന്നു, ഇറാനെ വീണ്ടും ഭയപ്പെടുത്താൻ വേണ്ടി ഉപരോധം എന്നൊക്കെ കിടന്ന് പറയുന്നു. അതിലൊക്കെ അപ്പുറത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന യുദ്ധക്കപ്പലുകൾ പൊടുന്നനെ അവിടെ നിർത്തിയിട്ടോളാൻ പറയുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് ഇവിടെ പല മാധ്യമങ്ങളും പശ്ചിമേഷ്യയിൽ ഇപ്പോൾ യുദ്ധഭീതി ഇപ്പോൾ പൊട്ടും എന്ന് പറയുന്നത്. ശരിയാണ്, പൊട്ടും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്തരത്തിലൊരു സാഹചര്യം ഉണ്ട്. ഒരു വശത്ത് ഏത് നിമിഷവും പൊട്ടാം, ഏത് നിമിഷവും തകരാം, ഏത് നിമിഷവും അമേരിക്ക യുദ്ധം ചെയ്യാം. വേണമെങ്കിൽ ഒരു ബട്ടൺ അമർത്തിയാൽ വലിയ യുദ്ധം തുടങ്ങുക തന്നെ ചെയ്യും. അമേരിക്കയുടെ പടക്കപ്പലുകൾ ആക്രമിക്കുന്നു, തിരിച്ച് അതിലും വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ അതൊരു മഹായുദ്ധത്തിൻ്റെ രീതിയിലേക്ക് പോകുന്നു, കൂടുതൽ രാജ്യങ്ങൾ അതിൽ ഇൻവോൾവ് ആകുന്നു, പിന്നെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത വിധത്തിലേക്ക് അതൊരു യുദ്ധമായി മാറും. ഇസ്രായേലിനൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും, ഇറാനും നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെ അതൊക്കെ പോവും. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പൊടുന്നനെ ഒരു ആക്രമണത്തിലേക്ക് എന്തായാലും അമേരിക്ക തയ്യാറാകില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാൻ തിരിച്ചടി ശക്തമാക്കുമെന്ന മട്ടിൽ ഇറാൻ വലിയ തോതിൽ അങ്ങോട്ടേക്ക് ആക്രമിക്കാനുള്ള സന്നാഹങ്ങൾ മുന്നിൽ നിർത്തുന്ന മുറയ്ക്ക് അമേരിക്ക പമ്മുന്ന കാഴ്ചയാണ് കാണുന്നത്. പതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചു മുമ്പ് ട്രംപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞങ്ങൾക്ക് വേണ്ടി വന്നാൽ ഞങ്ങൾ ഇറാനെ ആക്രമിക്കും, പക്ഷേ ഇറാനുമായിട്ടൊരു കരാറുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമെന്നാണ്. അങ്ങനെ കരാറുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ ഇങ്ങൾക്ക് നേരത്തെ തന്നെ വരൂ, കരാറിൽ ഒപ്പിടാമെന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് വേണ്ടി മാന്യമായിട്ട് വിളിച്ചൂടെ? അപ്പോൾ ഭയപ്പെടുത്തി ഞങ്ങൾ ഇറാനെ കീഴ്പ്പെടുത്തി എന്ന് പറയണം. അതിനുവേണ്ടി നടത്തിയ കളിയാണ്. പക്ഷേ ഇറാൻ മുഖം നോക്കി തന്നെ നല്ല അടി കൊടുത്തിരിക്കുകയാണെന്ന് വേണം ഇതിൽ നിന്ന് കരുതാൻ. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇറാൻ്റെ കുറച്ചുകൂടി അത്യാധുനികമായിട്ടുള്ള നാവികസേനകളെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഗോസ്റ്റ് ബോട്ട് എന്നറിയപ്പെടുന്ന ചില ബോട്ടുകളും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അതും ഇപ്പോൾ ഇറാൻ വിന്യസിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നു. ഗോസ്റ്റ് ബോട്ടുകളും ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ്. അത് അതിവേഗത്തിൽ വളരെ സമഗ്രമായി ശക്തമായി ഈ യുദ്ധക്കപ്പലുകളെ, യുദ്ധവിന്യാസങ്ങളെ തകർക്കാൻ ശേഷിയുള്ളവയാണ്. അപ്പോൾ അമേരിക്കയുടെ ദശലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന കപ്പലുകൾ മുക്കാൻ 10,000, 20,000, 30,000 രൂപ വില വരുന്ന ഈ ചെറു വാഹനങ്ങൾ മതി, ചെറു ബോട്ടുകൾ മതി. അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന നാണക്കേട് ചെറുതൊന്നുമല്ല. ഇതിനു മുമ്പ് ഹൂത്തികളും ഇത്തരം പല മാർഗങ്ങളും ഇത്തരം പല മുറകളും അമേരിക്കയ്ക്കെതിരെ പ്രയോഗിച്ചിരുന്നു പണ്ട് ഈ ചെങ്കടൽ ഓപ്പറേഷൻ ഉണ്ടായിരുന്ന സമയത്ത്. ഇപ്പോൾ ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ശക്തമായ നീക്കങ്ങളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപ് പറയുന്നത് പോലെ, പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അമേരിക്കയുടെ സർവാധിപത്യം പ്രകടമാകുന്ന വിധത്തിലുള്ള ഒരു ഓപ്പറേഷനൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നടക്കണം എന്ന ഉദ്ദേശം അമേരിക്കയ്ക്കുമില്ല. ഇസ്രായേലും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഇരുന്ന് വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പ്രത്യക്ഷത്തിൽ ഇറാനെതിരെ നടക്കുന്നില്ല. നേരെ മറിച്ച് ഇറാൻ ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ ഓരോരോ സന്നാഹങ്ങൾ അമേരിക്കയ്ക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ ബുദ്ധിമുട്ടിലാക്കുന്ന വിധത്തിൽ, വരിഞ്ഞു മുറുക്കുന്ന വിധത്തിൽ, അമേരിക്കയെ ട്രാപ്പിൽപ്പെടുത്തുന്ന വിധത്തിൽ പുതിയ ഓരോ സന്നാഹങ്ങൾ, ഓരോരോ സംവിധാനങ്ങൾ ഇറാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇന്ന് ഈ പറയുന്നത് പോലെ പടക്കപ്പലുകൾ ഇറക്കുന്നു, കഴിഞ്ഞ ദിവസം ഡ്രോണുകൾ ഇറക്കി, അതിനു മുമ്പ് ഈ പറയുന്ന മിസൈലുകൾ സജ്ജമാക്കി, അതുപോലെ തന്നെ പല രീതിയിലുള്ള വെല്ലുവിളികളും ഓരോ ദിവസവും ഇറാൻ്റെ ഓരോ നേതാക്കൾ അമേരിക്കയെ തീർക്കും, നിങ്ങൾ വരൂ, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ആകട്ടെ ഞങ്ങൾ യുദ്ധം ചെയ്യും, ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നുമില്ല. അപ്പം മൊത്തത്തിൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് പോവുകയാണ് കാര്യങ്ങൾ. ഇപ്പോഴാണെങ്കിൽ നേർക്കുനേർ യുദ്ധത്തിന് തയ്യാറാണ് എന്ന നിലയിലേക്ക് ഇറാൻ പടക്കപ്പലുകൾ കൂടി ഇറക്കിയതോടെ ആടാപടലം തകർന്നിരിക്കുകയാണ് ട്രംപ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അമേരിക്ക പമ്മി മിണ്ടാതിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വലിയ വാചക കസർത്തുകൾക്ക് പോവുകയാണെങ്കിൽ ആദ്യം ചിലപ്പോൾ അടിക്കുന്നത് ഇറാനായിരിക്കും എന്ന പേടിയും അമേരിക്കയ്ക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. വലിയ മൂലധന ചെലവുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്ന് കടലിലിട്ടിരിക്കുന്നത്. അതിനെ നേർക്കുനേർ അടിച്ച് തകർക്കാൻ സജ്ജരായി ഇറാനും അവരുടെ ആയുധങ്ങളും ആയുധക്കോപ്പുകളും ഒക്കെ ഇറക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന ട്രംപിനെയാണ്, വീരവാദങ്ങളൊക്കെ വിഴുങ്ങി യാഥാർത്ഥ്യബോധത്തോടു കൂടി കിളി പറന്നിരിക്കുന്ന ട്രംപിനെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇറാൻ പടക്കപ്പലുകൾ വിന്യസിച്ചതോടെ ആദ്യ അടി തനിക്കിട്ട് കിട്ടുമോ എന്ന ഭയത്തിൽ നെഞ്ചിടിച്ചുകൊണ്ട് ട്രംപ് വീരവാദങ്ങളൊക്കെ നിർത്തിവെച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് തലപുകഞ്ഞാലോചിക്കുകയാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ.